നമസ്തേ ഡോക്ടർ ടി പി എസിൻ്റെ ഗ്രാൻഡ്മ ചൈൽഡ് കെയർ എന്ന ആശയത്തിനോട് അനുകൂലിച്ചുകൊണ്ട് അങ്ങയുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ വാക്കുകളുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പദ്ധതി, ഒരു ഹോം സ്കൂളിങ്, വീട്ടിലെ വിദ്യാലയം എനിക്ക് ഇന്നലെ ചെയ്യാൻ സാധിച്ചു. 2/8/2026 ഞായറാഴ്ച 3:30 മുതൽ 5:30 വരെ ഞങ്ങൾ ഇവിടെ വീട്ടിലൊത്തുകൂടി. ഈ പദ്ധതി ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ അവാച്യമായൊരു സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവിക്കാൻ കഴിഞ്ഞു, എനിക്കും എൻ്റെ മകൾ ഗൗതമിക്കും. ഇത് എങ്ങനെ നടത്തണം, എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ട കളികൾ എന്നൊക്കെയുള്ള ഒരു കോർഡിനേഷൻ എൻ്റെ മകൾ ഗൗതമിയാണ് എല്ലാ ആശയവും മുന്നോട്ട് വെച്ചത്. അതിൽ എനിക്ക് വളരെ സന്തോഷം. ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ ഒരു നല്ല ഏറ്റവും ഗുണം എൻ്റെ മകൾക്ക് ലഭിക്കുമെന്ന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെ നല്ല ഗുണങ്ങൾ കിട്ടി. എനിക്ക് വളരെയധികം സന്തോഷം. ഞങ്ങളുടെ അടുത്തുള്ള കുട്ടികളെ വിളിച്ചു. അവർ ഓരോരുത്തരും കുഞ്ഞു കുട്ടികളും വലിയ കുട്ടികളും ഒത്തുചേർന്ന് പ്രാർത്ഥനയോടെ തുടങ്ങിയ ഈ പരിപാടി അതിൽ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല സ്വിമ്മിങ്, അങ്ങനെയുള്ള ആശയങ്ങൾ, ഫ്ലൈയിങ്, എങ്ങനെ അത് ആംഗ്യം കാണിച്ചുകൊണ്ട് ഞങ്ങൾ കളിച്ചു. ബിഗ്ഗർ സ്മോളർ എന്നുള്ള കളികൾ കളിച്ചു. അത് പിന്നെ എല്ലാവരും വട്ടത്തിലിരുന്നു കൊണ്ട് കൊല മുന്തിരി എന്നുള്ള കളികൾ കളിച്ചു. പിന്നെ കുളങ്കര എന്നുള്ള കളി. അതിനുശേഷം ഞങ്ങളുടെ അടുത്തുള്ള 2 അമ്മൂമ്മമാർ വന്ന് അവരുടെ പണ്ടത്തെ എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം, അവരുടെ കളികൾ, സ്കൂളിൽ നിന്ന് വന്നാലുള്ള കാര്യങ്ങൾ പങ്കുവച്ചു. അവർ കളിക്കാൻ പോയിട്ട് സ്കൂൾ അവധി ദിവസങ്ങളിൽ അവർ നല്ല കളികൾ മുഴുവനും കളിച്ച് നല്ല സന്തോഷത്തോടു കൂടി അവർ വീട്ടിലേക്ക് വന്നുള്ള ജീവിതം, അവരുടെ വീട്ടിൽ എല്ലാവരും അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അങ്ങനെയുള്ള ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ അതിൻ്റെ ഒരു സുരക്ഷിതത്വത്തെ പറ്റിയും അവരുടെ എല്ലാ വൈകാരിക പ്രകടനങ്ങൾക്കും അവരുടെ സപ്പോർട്ട് കിട്ടിയ കാര്യം, പിന്നെ അന്നത്തെ യാത്രകളുടെ കാര്യങ്ങൾ, അന്ന് ബസ് അധികം ബസ്സുകളില്ലാത്ത യാത്രാ സൗകര്യങ്ങളുടെ കാര്യം, അവർ നടന്നിട്ട് സ്കൂളിൽ പോയ കാര്യങ്ങൾ എല്ലാം പങ്കുവച്ചു. പിന്നെ നെൽകൃഷി, അവരുടെ നെൽകൃഷി എങ്ങനെയാണ്, അത് കാളവണ്ടിയിലാണ് നെൽകൃഷി കഴിഞ്ഞിട്ട് കറ്റകളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യം. കാളവണ്ടിയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവർ സംശയങ്ങൾ ചോദിച്ചു. എല്ലാവരും ഓരോ സംശയം ചോദിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു കുട്ടികൾ. അങ്ങനെ അവർക്കും വളരെയധികം സന്തോഷം തോന്നി. ഇതൊക്കെ അവർക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ അവരെ വിളിച്ചത് ഞങ്ങളോട് നന്ദിയും പറഞ്ഞു ഡോക്ടർ. ഞാൻ അവരോട് ഡോക്ടറുടെ ആശയം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് എല്ലാവരും ഓരോ ഔഷധ ചെടികൾ കൊണ്ടുവന്നത് ഒക്കെ പരസ്പരം എല്ലാവരുടെയും മുമ്പിൽ നിന്ന് പ്രസൻറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ചെറിയ നാരങ്ങ വെള്ളവും ചെറിയൊരു സ്നാക്കും കഴിച്ചു. പിന്നെയും കുട്ടികൾ ബലൂൺ മുകളിലേക്ക് പറത്തി വീഴുന്ന സമയം കൊണ്ട് മിഠായി പെറുക്കിയിടുന്ന കളികൾ, അങ്ങനെയുള്ള കളികൾ. പിന്നെയും കുട്ടികൾക്ക് കളികൾ കളിച്ച് മതിയായില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് അവർക്ക് ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെയധികം സന്തോഷത്തോടുകൂടി ഇനിയും കൂടാമെന്നുള്ള ധാരണയിൽ ഞങ്ങൾ 5:30 എല്ലാം പ്രോഗ്രാം അവസാനിപ്പിച്ചു. വീണ്ടും ഞങ്ങൾ ഓണത്തിന് ഒത്തുകൂടാമെന്ന് തീരുമാനിച്ചു. ഇത്രയധികം സന്തോഷം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. തീർച്ചയായും എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. നന്ദി ഡോക്ടർ. നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അറിവിൻ കണങ്ങളും അടിയങ്ങൾ കീഴണി തമ്പുരാനി. നിന്നെ വാഴ്ത്തുന്ന നാവുകൾ നൽകി, നിന്നെ കേൾക്കുവാൻ കാതുകൾ നൽകി, നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകി, ഞങ്ങളെ കാക്കണി ലോകനാഥ. നിത്യവും സത്യമായി ഞങ്ങൾ തഞ്ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അറിവിൻ കണങ്ങളും
അടിയങ്ങൾക്കേകണി തമ്പുരാനെ. പറയുന്നില്ല ഫ്ലൈറ്റ് എങ്ങനെയല്ല ഫ്ലൈറ്റിന് എതിരെയാണോ പറഞ്ഞത്? സ്വിംഗ് സ്വിംഗ് നീന്തല പോലെ കാണിക്കുക. എങ്ങനെ നീന്തല പോലെ കാണിക്കുക? സ്വിംഗ് അയ്യോ എനിക്ക് ഇനി എങ്ങനെ പറക്കുക? പറക്ക എങ്ങനെയാ? അവൾക്കൊന്നും അറിയില്ല. അവളെ അമ്മയുടെ മടി കേട്ടിരിക്കുക. ജമ്പ് എങ്ങനെ? ജമ്പ് 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 ജമ്പ്. ഇനി ഇങ്ങനെ അറിയാമോ? ഇങ്ങനെ വട്ടത്തില് എല്ലാരും കൈ പിടിച്ച് നിന്നിട്ടേ നമ്മളിങ്ങനെ അടുത്തേക്ക് വരുമ്പോ ചെറുതായി ചെറുതായി ബിഗ് 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 കണ്ട ബിഗ് സ്മോൾ ബിഗ് എല്ലാരും പറയും എല്ലാ ഭാഗവും സമൂലം ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് മുക്കുറ്റി. മുക്കുറ്റി അരച്ച് നെറ്റിയിൽ പുരട്ടുന്നത് തലവേദന കുറയ്ക്കാം. മുക്കുറ്റിയിലൂടെ നീര് മുറിവിൽ പുരട്ടിയാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങും. മുക്കുറ്റിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ പ്രമേഹത്തിന് ശമനവും കിട്ടും. മക്കളെ ഇങ്ങടെ അടുത്ത് വാ, ഇങ്ങടെ അടുത്ത് വന്നിക്ക്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ്. ഇടിവെട്ടില് കൂണ് മുടക്കും. അതുപോലെ പലതരം കൂണുണ്ട്. ചിലതും കേൾക്കില്ല എല്ലാവരും. അപ്പൊ ചിലതരം കൂണുകൾ മാത്രമേ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ. എല്ലാത്തരം കൂണുകളും നമുക്ക് കഴിക്കാൻ പറ്റില്ല. തിന്നാൻ പറ്റില്ല. അപ്പൊ അവനറിയാം. അതുപോലെ കുറെ തരം നമുക്ക് കഴിക്കാൻ പറ്റാത്തതുണ്ട്, കുറെ തരം കഴിക്കാറുണ്ട്. കൂണിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാ? കഴിച്ചിട്ടുണ്ടാ? എടാ മോനെ ഇങ്ങോട്ട് കടന്നിക്ക്. കൂണിന് ഒരുപാട് ഗുണം. തുളസിയാണ്. തുളസി വളരെ നല്ലൊരു ഔഷധമാണ്. വെള്ളം തിളപ്പിച്ച് കുടിച്ചാല് പനി ഇത് കണ്ണുരോഗത്തിന്
വെള്ളം തിളപ്പിച്ച് കുടിച്ച് പനി ചുമ കലക്കട്ടെ ഇതിനൊക്കെ സമരം അതെ ഉണ്ട വേഗം ഭക്ഷണം കഴിക്കും രാത്രിത്തെ ഭക്ഷണം. ഇന്നിപ്പോ ഡോക്ടർമാര് പറയുന്നത് വേഗം നമ്മുടെ അച്ഛനമ്മ മുമ്പേ അറിയായിരുന്നു നമ്മൾ വേഗം ഉറങ്ങി വേഗം എഴുന്നേക്കണം. അങ്ങനെ അവിടെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാനൊക്കെ. പിന്നെ ഏറ്റവും വലിയ കാര്യം ഇന്ന് നിങ്ങളൊക്കെ സ്കൂളിൽ എങ്ങനെയാ പോണേ? ഒരാള് നടക്കുന്നില്ലല്ലോ. ഞങ്ങളൊക്കെ എത്ര ദൂരം നടന്ന് സ്കൂളിൽ പോവാ, നടന്ന് തിരിച്ചു വരിക. തല്ലി കൊണ്ടുപോകും. അപ്പൊ ആ സ്കൂളിലേക്ക് പോകുമ്പോ കൊറേ ഫ്രണ്ട്സ് ആയിട്ട് നടന്നു പോകും. അപ്പൊ ആണ് എല്ലാ വിശേഷങ്ങളും പറഞ്ഞത്. അങ്ങനെ എല്ലാം ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ ഡിഫറൻറ്റ് റൂംസ് ബൂസ്റ്റ് ചെയ്യണ കാര്യങ്ങളാണ് ഇതിനൊക്കെ ചെയ്യുന്നത്. കുമ്പളങ്ങ പണ്ട് കോളിഫ്ലവർ അതെ ബിസ്ക്കറ്റും മിച്ചറൊന്നും കഴിക്കൊന്നുമില്ല. ഉണ്ടാക്കുമല്ല നമ്മള് വീട്ടിലുണ്ടാക്കണേ ഉപ്പേരി പ്ലാസ്റ്റിക്കിന്റെ പടക്കി വല്ലായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയുള്ളൂ. എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ടെന്നല്ലേ. അപ്പൊ അതിന് മുമ്പുള്ള പണ്ടത്തെ ഇവരുടെ ചെറുപ്പകാലത്ത് തൃപ്പകുളം പറ്റി പറയാൻ പറ്റിയ ആളാണ് ഇരിക്കണേ. അതെ ഞാനിപ്പോ 70 കൊല്ലം മുമ്പ് ജനിച്ച ആളാണ് ഇവിടെ. അപ്പൊ അവിടെ ഒരു 23 വയസ്സ് വരെ ഇവിടെയായിരുന്നു. അപ്പൊ എൻ്റെ ബാല്യകാലമൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ഞങ്ങളുടെ ടൈമിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ മാതിരി മൊബൈലോ TV-യോ ഒന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ മെയിൻ സ്കൂള് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ കളിക്കുക. പിന്നെ മഴക്കാലത്ത് ഞങ്ങളുടെ അവിടെ തറവാടിൻ്റെ താഴെ കുളമുണ്ട്. അവിടെ ഞങ്ങൾ പോയിട്ട് നീന്തൽ, ഞങ്ങളെ അത് നീന്തലൊന്നും പഠിപ്പിച്ചതല്ല, ഞങ്ങൾ തന്നെ പഠിച്ചു. അത് വാഴപ്പിണ്ടി ഇടും. വാഴപ്പിണ്ടി ഇട്ടിട്ട് അത് പൊങ്ങിക്കിടക്കും. ഇപ്പത്തെ ഇതില്ലേ അതുപോലെ ട്യൂബ് പോലെ അതിന് വാഴപ്പിണ്ടി അതൊക്കെ ഞങ്ങൾ നീന്തും. അപ്പൊ അതിലെപ്പോഴും സീനിയേഴ്സ് നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. നമ്മളത്തെ ഫാമിലിയിലുള്ളവർ അങ്ങനെയൊന്നുമില്ല. ആര് വേണമെങ്കിലും ആരെയും മിണ്ടാതിരിക്കേ പറയട്ടെ അമ്മുമ്മ. ബുദ്ധിമുട്ട് വന്നാലും ഒക്കെ തമ്മിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പൊ നമ്മള് എന്താന്ന് വെച്ചാ ഇപ്പൊ നമ്മള് കേക്കൂ. നമ്മളുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയും മക്കളും
അങ്ങനെയായിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഫാമിലി ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ. ഞങ്ങളുടെ ടൈമിൽ അങ്ങനെയല്ല. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത വീട്ടിൽ ആർക്കെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനോ വയസ്സായവരുണ്ടാവും, അവരെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് കൊടുക്കും. നമ്മൾ കൂടുതൽ കുക്ക് ചെയ്യും, ഹോസ്പിറ്റലിലേക്ക് ഭക്ഷണം എത്തിക്കും, അവിടെ അടുത്ത വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതുണ്ട്, ഈ ജനറേഷനും ഉണ്ട്. ഞാനെന്ന് പറയുന്നത് അത് അങ്ങനെ. അപ്പോൾ അത് നമുക്ക് ആ ഒരു സമൂഹം എന്ന് പറയുമ്പോൾ നമുക്ക് അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വേണം, നമ്മൾ മാത്രമല്ല. കേക്കിട്ട് എല്ലാരും. പിന്നെ നമ്മള് കളി എന്ന് പറഞ്ഞ വെക്കേഷന് ഞങ്ങൾ കുറേ കളിക്കാറുണ്ട്. രാവിലെ ആ വീട്ടിൽ നിന്ന് ഇവിടെയുള്ള അമ്മയൊക്കെ വീട്ടിൽ വന്ന് ഞങ്ങള് കളിക്കും. ചിലപ്പോൾ വൈകിട്ടൊക്കെയാണ് പോവുക. വന്ന് അമ്മയൊക്കെ വന്ന് വടിയെടുത്ത് അടിച്ചിട്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ കളിച്ചൊക്കെ ഇഷ്ടം പോലെ ഇതായിട്ട്. ഞങ്ങൾക്കപ്പോൾ ആ കാലത്തപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വയസ്സായിട്ട് ഈ സമയത്താണ് കണ്ണട വന്നത്. അപ്പോഴൊന്നും കണ്ണടയില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ TV നോക്കി, മൊബൈൽ നോക്കി അങ്ങനെ കണ്ണിന് സ്ട്രെയിൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. അങ്ങനെ പിന്നെന്താ കളികൾ സാഹിത്യയുടെ വലിയ വീടായിരുന്നു, വലിയ വളർത്തും, അപ്പം വലിയ മിറ്റുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കൈകൊട്ടി കളിയൊക്കെ കളിക്കും. അതിന് അവിടെ വന്ന് അതാണ് ഒരു പശു, അതൊരു കളിയില്ലേ നമ്മളിങ്ങനെ വട്ടത്തിൽ ഇതായിട്ട് പശു പോലെ. അതന്നെ. അപ്പൊ ഇങ്ങനെ പിന്നിൽ ആരെങ്കിലും തൂപ്പ് വെക്കുമ്പോൾ അയാൾ ഔട്ടാവും. ഇവിടെ കളിച്ചു. മുന്തിരിക്കൊലയും എന്താ കൊല മുന്തിരി എന്നാണ് പേര്. കളി. അപ്പൊ അങ്ങനെ 4 ദിവസം ഓണം കഴിയുമ്പോൾ നമുക്ക് വിഷമം, ഇനി അടുത്ത കൊല്ലല്ലേ ഇങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ. അവിടെ പിന്നെ നമ്മള് കിളിമാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെട്ടിച്ചൊരു കളി, അതൊക്കെ കളിക്കും. ഒന്നും അറിയില്ല അതിനെ പറ്റി. കുട്ടിയും കോലും കുട്ടിയും കോലും കളിക്കും. അത് മോസ്റ്റ്ലി ആൺകുട്ടികളാണ്. അങ്ങനെ ഗോട്ടി അതൊക്കെ. പിന്നെ ഇപ്പൊ നമുക്ക് നമ്മളുടെ അമ്പലം അതൊരു അവിഭാജ്യ ഘടകമായിരുന്നു അന്ന്. എല്ലാ വീടുകളിലും ഉണ്ടാവും, മിക്ക വീടുകളിലും. അപ്പൊ അവരൊക്കെ സ്ട്രിക്റ്റ് ആണ്, പക്ഷെ അവര് എപ്പോഴും എന്താ പറയാ സ്നേഹത്തിന്റെ നിറകൂടാണ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അമ്മോടും അച്ഛനോടും പറയാത്ത പ്രശ്നങ്ങൾ നമുക്ക് വേണമെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ കസിൻസ്, അമ്മാവിന്റെ മക്കള്, ചെറിയമ്മയുടെ മക്കള്, അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാതും നമുക്കപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ അത്ര ശ്വാസമുട്ടലോ വിമിഷ്ടോ സമ്മർദ്ദമോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ തുറന്ന് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെയായിരുന്നു കൂട്ടുകുടുംബത്തിന്റെ ഒരു അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ ബസ്സുകൾ ഉണ്ടായിരുന്നു ഇതില്, ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഇതില്. ബസ്സുകൾ കുറവായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അമ്മ പാമ്പുമേക്കാട്ടേക്ക് നടന്നു പോയിട്ടുണ്ട്. ഒരു പകരപ്പള്ളി അമ്പലം, മാർക്കപ്പള്ളിക്കൊക്കെ നടന്നാ പോയിട്ടുണ്ട്. അത് ഈവൻ ഞങ്ങളും നടന്നുണ്ട് അവിടേക്കൊക്കെ. പാമ്പുമേക്കാട്ടൊന്നും ഓർമ്മയില്ല. ഒരു ബസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഷേപ്പ്, അതിന്റെ മുമ്പിൽ ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു ലോറിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷേപ്പുള്ള ബസ്സൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്റെ മോസ്റ്റ്ലി കാളവണ്ടി ഉണ്ടായിരുന്നു. കാളവണ്ടി അത് നമ്മള് കണ്ടിട്ടുണ്ട്. കണ്ടണ്ട സിനിമയിലല്ലാണ്ട് കണ്ടോ? അല്ല, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അതിപ്പോ ഇല്ലാന്ന്. തിരിച്ചറിയണം. അതിന് ഓരോരോ ഡിഫറെന്റ് കെട്ടാണ്. അതിന് 2 കെട്ട് കിട്ടും. കെട്ടിന് തന്നെ പലതുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യാം. പണ്ടത്തെ ആൾക്കാരൊന്നും ഇതില്ലെങ്കിൽ അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കൂടുതലായിരുന്നു. അങ്ങനെ അത് പിന്നെ തിരുവാതിര കാലത്ത് ഊഞ്ഞാല, പിന്നെ എന്താ പറയാ ഉറപ്പൊളിച്ച്, പിന്നെ മകരമാസത്തിൽ കൊയ്ത്ത് കഴിയുമ്പോൾ പകലവര് വേറെ ജോലി ചെയ്യും, രാത്രി പിന്നെ മെതിക്കാനൊക്കെ നമ്മുടെ വീട്ടിൽ വരും. പിന്നെ അങ്ങനെ അപ്പൊ നമ്മൾക്ക് ഈവൻ ആ ജോലിക്കാരുമായിട്ട് നമുക്ക് നല്ല ഇന്ററാക്ഷൻ ആയിരുന്നു. അവർക്ക് നമ്മളോട് നല്ല സ്നേഹം. മെതിക്കാന്ന് പറഞ്ഞാലേ അതറിയില്ല. നെല്ലുക്കറ്റ
നെല്ല് കണ്ടിട്ടില്ല. നമ്മുടെ പാടത്തെ നെല്ലുണ്ടാവും. ആ നെല്ല് കറ്റ പിന്നെ നമ്മൾക്ക് സ്കൂളും ഒരു പ്രധാന നമ്മുടെ സ്വഭാവ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന അവിടെ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ആർക്കെങ്കിലും ഭക്ഷണം കൊണ്ടുവരാൻ പറ്റാത്തത് ഞങ്ങളോട് പറയും കുറച്ച് എക്സ്ട്രാ മീൻസ് നമ്മൾ ചോറ് കൊണ്ടുവരിക ഭക്ഷണം കൂട്ടാനൊക്കെ. അപ്പോൾ ആ കുട്ടി ഒരു ഇല വാട്ടി കൊണ്ടുവരും. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ നമ്മളെല്ലാവരും കുറേശ്ശെ കൊടുക്കും. അപ്പോൾ അവരുടെ വയറും പറയും നമ്മൾക്കൊന്നും കുറയണില്ല. അപ്പം നമ്മളെ ഷെയർ ചെയ്യാനുള്ള ഇതൊക്കെ നമ്മളങ്ങനെ പഠിക്കുക. നമുക്കിപ്പോൾ നമ്മളെ കാര്യം അവന്റെ കൂടെ പെണ്ണുങ്ങളാന്ന് ഷെയർ ചെയ്യാൻ ക്ലാസ്സിലെ ഷെയർ ചെയ്യുന്ന പെണ്ണുങ്ങളാന്ന്. അതെ ഇവര് ബാങ്കിലാണ് മഹാത്മാഗാന്ധിയൊക്കെ മരിച്ചു കഴിഞ്ഞ പിന്നെ അതുകൊണ്ടാണ് മുപ്പത്തിരണ്ടില് ശ്രീനാരായണ ഗുരുവിനെ കാണാം. ഇവരെ പൗഡർ ഉണ്ടായോ പിന്നെ ബാങ്കിലാണ് വർക്ക് ചെയ്യണമെന്ന് അറിയില്ലേ? ബാങ്കിലായിരുന്നു അറിയില്ലേ? അത് നിങ്ങള് അന്ന് പരിചയപ്പെടുത്തുന്നു. എന്തിനാ അറിയാം. ഈ മുകുന്ദൻ പറയണ അങ്കിളിനെ അറിയോ? ആ മൂലക്കുള്ള വീട് മുകുന്ദൻ പറയണ അങ്കിളിന്റെ ഭാര്യയാണ് ഞാൻ. ഞാൻ ഇവിടെ 81 കല്യാണം കഴിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ബാങ്കിലായിരുന്നു ജോലി. അല്ല, ആദ്യം പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി. ഡിഗ്രി കഴിഞ്ഞ് നടന്നത് പോസ്റ്റ് ഓഫീസിലാണ്. പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടാതെ ടെസ്റ്റ് അല്ല, മാർക്സിന്റെ ബേസിലാണ്. അങ്ങനെ മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് കിട്ടി. അത് കഴിഞ്ഞ് അന്നൊക്കെ ബാങ്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു, നല്ല ജോലി എന്നുള്ള. അപ്പൊ ബാങ്കിൽ കിട്ടുന്നത് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ പിന്നെ ബാങ്കിന്റെ ടെസ്റ്റ് എഴുതി ഈ അമ്മൂമ്മയാണെങ്കിൽ ഭാരത് പെട്രോളിയം ഇതിലായിരുന്നു, ബോംബെയിലായിരുന്നു. ഇപ്പൊ റിട്ടയറായി, നാട്ടിൽ വന്ന് സെറ്റിലായി. ഞാനും റിട്ടയറായി. ഇങ്ങനെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്നപ്പോഴേ ഞങ്ങളൊക്കെ പഠിക്കാൻ അച്ഛനും അമ്മയൊന്നും പഠിക്കണെന്തോ പഠിക്കുക അങ്ങനെയൊന്നും പറയില്ല. നമ്മൾക്ക് നേരത്തിന് ഭക്ഷണം തരുമൊക്കെ തരും. നമ്മൾ പഠിക്കുക എന്നൊക്കെ പറയും. അല്ലാതെ നമ്മള് നമ്മളുടെ പെൺകുട്ടികളെ നോക്കണ പോലെ നിർബന്ധിച്ചിട്ടല്ല. പിന്നെ നമുക്കും ഉണ്ടായി പഠിക്കണം, ഒരു ജോലി കിട്ടണം, അങ്ങനെ അതൊക്കെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ട? അതെ, ഇനി എന്തെങ്കിലും അറിയാനുണ്ടാ? നോക്കി ഇവരൊന്നും പാരന്റ്സ് നിർബന്ധിക്കാറില്ലാന്ന്. ഇവിടെ ശ്രീലയെ ഇവരൊന്നും പാരന്റ്സ് നിർബന്ധിക്കാറില്ലാന്ന് പഠിക്കാനേ പറയാറില്ല. ഒരു കാര്യം അത് കൈയടിക്കുന്നു. എപ്പോഴും എന്താന്നറിയോ, പഠിക്കണം, അങ്ങനെ ഒരു ജോലി വേണം, അങ്ങനെ ആഗ്രഹമുള്ളവരെ വരും.
ഇല്ലാത്തവര് ജോലി ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അന്നത്തെ എങ്ങനെയാ ഒരു അംബീഷ്യസ് ആയിരുന്നില്ല പെൺകുട്ടികളെ. അവരൊക്കെ എങ്ങനെയെങ്കിലും പഠിച്ചു പഠിച്ചു എല്ലാവരും കല്യാണം കഴിച്ചു പിന്നെ കല്യാണം കഴിക്കുന്ന ആളെ നോക്കി അങ്ങനെ ഇതില്ലേ. അപ്പൊ നമ്മളെ ഇപ്പോഴത്തെ അമ്മമാരെന്താ, നിങ്ങളുടെ ലൈഫ് നന്നാവണം, നിങ്ങൾക്ക് നല്ലൊരു ഇത് വേണം, ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കണം. അതുകൊണ്ടാണ് അവര് നിങ്ങളോട് പഠിക്കുക, സ്വന്തം കാര്യം നിൽക്കുക അതൊക്കെ പറയണേ. എന്താ വെച്ചാ അവർക്കറിയാം ജോലി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടാവും. നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ ആരെങ്കിലും ആശ്രയിക്കണം അല്ലേ. അതിൽ നല്ലതല്ലേ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരോടും പഠിക്കുക, നിങ്ങളുടെ ജോലിക്ക് ശ്രമിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെ. എല്ലാവരോടും എന്തെങ്കിലും സംസാരിക്കണമെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകാനും എപ്പോഴും വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു.